ജോയ് ഓഫ് ഹോപ്പ് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളുടെ സൗഹൃദ സംഗമം സംഘടിപ്പിച്ച് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ. കോവിഡ് മഹാമാരി കാലത്ത് മാതാപിതാക്കളെ നഷ്ടമായ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസത്തിന് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് ജോയ് ഓഫ് ഹോപ്പ്. തൃശൂരിൽ നടന്ന ചടങ്ങിൽ ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജോയ് ആലുക്കാസ് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് മുഖ്യാതിഥിയായി. സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ ശേഷം SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 24 വിദ്യാർത്ഥികളെ ഗോപിനാഥ് മുതുകാടും ജോയ് ആലുക്കാസും ജോളി ജോയ് ആലുക്കാസും ചേർന്ന് ആദരിച്ചു. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശവും അവസരവും മുഴുവൻ കുട്ടികൾക്കും ഒരുക്കി നൽകണമെന്ന ചിന്തയിൽ നിന്നാണ് ജോയ് ഓഫ് ഹോപ്പ് പദ്ധതി ആരംഭിച്ചതെന്ന് ഡോക്ടർ ജോയ് ആലുക്കാസ് പറഞ്ഞു. ജോയ് ഓഫ് ഹോപ്പ് എന്നുള്ള ഈ പ്രോഗ്രാം ഇതുകൊണ്ട് തന്നെയല്ല, വേറെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. എഡ്യൂക്കേഷന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ ജോയ് ഓഫ് ഹോപ്പിന്റെ അണ്ടറിലാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ 3 വർഷം കഴിഞ്ഞു. കുട്ടികളെല്ലാം നന്നായി പഠിക്കുന്നു എന്നറിഞ്ഞാലും ഇന്ന് ഇവരെ ഒന്നിച്ച് കാണാൻ പറ്റിയാലും വളരെ സന്തോഷമുണ്ട്. 2023 തൃശൂർ കളക്ടറായിരുന്ന കൃഷ്ണതേജയുടെ നേതൃത്വത്തിലാണ് ജോയ് ഓഫ് ഹോപ്പ് പദ്ധതി ആരംഭിച്ചത്. 2.5 കോടി രൂപയിലധികം ചെലവിട്ട പദ്ധതിയിലൂടെ 300-ലധികം വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പ് നേടി. ഗുണഭോക്താക്കളായ കുട്ടികളും രക്ഷിതാക്കളും അതിഥികളും ഉൾപ്പെടെ നിരവധി പേർ സംഗമത്തിൽ പങ്കെടുത്തു. ചടങ്ങിൽ കുട്ടികൾക്കായി ഗോപിനാഥ് മുതുകാട് മാജിക്കും അവതരിപ്പിച്ചു. സ്നേഹമോളുടെ കയ്യിലിരിക്കുന്ന പുസ്തകം 3-ാമത്തെ പേജ് ഓക്കെ മോള് എന്റെ കയ്യിലേക്ക് വെച്ചോ. ഇനി മോള് ഞാൻ ആ പുസ്തകം തുറക്കുന്ന കുറച്ച് വാക്ക് കാണുന്നുണ്ടല്ലോ, വാക്ക് കാണുന്നുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു വാക്ക് സെലക്ട് ചെയ്തോളൂ. ഒരു വാക്ക് സെലക്ട് ചെയ്ത് ഒറ്റ വാക്കേ സെലക്ട് ചെയ്യാവൂ. ഇനി കണ്ണടച്ച് നിന്നേ, ആ വാക്ക് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നേ. ഓപ്പൺ യുവർ ഐസ്. ഏത് വാക്കാണ്? ഇല്യൂഷൻ. കണ്ട ആളെ കാൽക്കുലേഷൻ കണ്ടോ? ഐ ഹാവ് എ പേപ്പർ ഇൻ മൈ പോക്കറ്റ്. ഓപ്പൺ ഇറ്റ്. Show to the audience. Show to the audience. ജനം, തൃശൂർ.